നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻസ് എന്ന പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫംഗ്ഷൻ ഏതുമാവട്ടെ, സെലിബ്രേഷൻ ഏതുമാവട്ടെ, മലയാളികൾക്ക് സ്വർണ്ണമില്ലാത്തൊരാഘോഷമില്ല അല്ലേ? ഡെഫിനറ്റ്ലി നമ്മളുടെ കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒന്നും സ്വർണം തന്നെയാണ്, അത് എത്ര വിലയാണെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സ്വർണത്തിൻ്റെ വിലയിലും മലയാളികൾ സ്വർണം വാങ്ങിക്കുന്ന കാഴ്ചയാണ്. സോ ഇന്ന് നമ്മൾ അത്തരം ഒരു കാഴ്ച കാണാൻ പോകുന്നത് ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയും കുറച്ച് എപ്പിസോഡിലായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നതും നിങ്ങളെ കാണിക്കാൻ പോകുന്നതും. സോ എന്തായാലും ഡെഫിനറ്റ്ലി മിസ് ചെയ്യാതെ എല്ലാ എപ്പിസോഡും കാണുക. സോ യെസ്, നമുക്ക് പോവാം, വിശേഷങ്ങൾ അറിയാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനീഷ് സാറിനെയാണ്. വെൽക്കം സർ. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണോ, പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രോത്താണ് ഫസ്റ്റ് ടു ഈ ഒരു നിമിഷം വരെ ഉള്ളത്, അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ എന്തായാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, നമ്മളിപ്പോൾ റിവ്യൂ ഒക്കെ കേട്ടപ്പം ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുമാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എന്താണ് ആ ഒരു ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നിൽക്കുന്നതിന് ഒരു ജേർണി ഉണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എത്ര ഷോറൂംസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വിശേഷമൊക്കെ നമ്മളുടെ പ്രേക്ഷകരോട് പറയണം. അപ്പം നമുക്ക് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് തുടങ്ങാം അല്ലേ? നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പായിരുന്നു. അന്ന് ഇത് ഇത്രയും വലുതല്ല, ഫസ്റ്റ് ഒരു ഒറ്റ ഷട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു വലിയ ഷോപ്പാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ടൊക്കെ ആക്കി ഇച്ചിരി വലുതാക്കിയിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് ഒരു 7 കിലോമീറ്റർ മാറി ഒരു ഷോപ്പുണ്ട്, ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ആദ്യം വീഡിയോസൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയണ ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, ഇതൊക്കെ എന്തെന്നാണെന്നുള്ളൊരു തോന്നൽ വരും. പതുക്കെ നമ്മുടെ ആ വീഡിയോസ് റീച്ച് പതുക്കെ കൂടാൻ തുടങ്ങി. പിന്നെ ഒത്തിരി പേര് നമ്മുടെ ബ്ലോഗേഴ്സൊക്കെ ഒത്തിരി പേര് ആയിട്ട് അവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ അവർക്കും റീച്ച് കിട്ടും, നമ്മളുടെ റീച്ച് കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു കൊളാബ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ജ്വല്ലറി ഇത്രത്തോളം ഒരു ഇതായത്. അതിൻ്റെ മെയിൻ ഉദാഹരണം ഇത് തന്നെയാണ് കേട്ടോ, വീഡിയോസ് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വീഡിയോസ് തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗോൾഡ് റേറ്റും അതുപോലെ തന്നെ ഗോൾഡ് വിൽക്കുന്ന റേറ്റും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഐറ്റം ഒക്കെ ആയിട്ട് പുതിയ വെറൈറ്റി ഐറ്റംസ്, അതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഡെയിലി വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ പടിപടിയായിട്ട് നമ്മൾ ഇത്രത്തോളം വരാൻ ഉള്ള ഒരു കാരണം ഉണ്ടായത്. നമ്മളുടെ സ്വർണത്തിൻ്റെ കാര്യം എല്ലാവരും എടുത്തു പറയുന്ന ഒന്നാണ്. എന്താന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് തന്നെയാണ്. സോ ആ ഒരു ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എത്ര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. വെഡിങ് സെറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? വെഡിങ് സെറ്റ് ആയാലും ഇപ്പൊ ചെറിയ കളക്ഷൻസ് ഡെയിലി വെയർ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഇപ്പം 2 ഗ്രാം തൊട്ടാണ് നമുക്ക് മാലയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. 2 ഗ്രാം തൊട്ടുള്ള മാലകളെല്ലാം BS 916 HOD ആഭരണമാണ്. 2 ഗ്രാം തൊട്ടുള്ള മാലയുണ്ട്. അതുപോലെ തന്നെ പാദസരം 2 ഗ്രാം തൊട്ടുള്ള പാദസരങ്ങളുണ്ട്. പിന്നെ 250 മില്ലി തൊട്ടുള്ള മോതിരങ്ങളുണ്ട്. 1 ഗ്രാമിൻ്റെ തന്നെ കൈച്ചേനുകൾ, അതായത് ഒരു 13 വയസ്സുള്ള കുട്ടിക്കൊക്കെ നമ്മളൊരു കുട്ടി ഒരു പ്രായപൂർത്തിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഈ റേറ്റൊക്കെ 6795 ഇന്നത്തെ ഇപ്പോൾ സ്വർണ്ണവില വന്നേക്കണം, ഏറ്റവും ടോപ്പ് വിലയാണ്. അപ്പോൾ ഈ ഒരു അത്രയും സ്വർണ്ണവിലയിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാം അല്ലേ? ഒരാൾക്ക് ഇപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇപ്പം ഗോൾഡ് റേറ്റ് ഇങ്ങനെ കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി എല്ലാവർക്കും അതിനോട് മാക്സിമം ലൈറ്റ് വെയിറ്റ് ആണ്, അന്ന് അത്യാവശ്യം പൊലിമയുണ്ട്.
ആ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ നമ്മൾ എന്തായാലും പരിശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാണ് എല്ലാ മലയാളികളും, അല്ലെങ്കിൽ ലോകത്ത് ആര് സ്വർണ്ണം എടുത്താലും എത്രത്തോളം നല്ലതാണ്, ക്വാളിറ്റി എത്രത്തോളം എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു വിലക്കുറവ് കാണുമ്പോൾ അവരൊരു ഡൗട്ട് അടിക്കും ക്വാളിറ്റി നല്ലതാണോ എന്നൊക്കെ. സോ അപ്പോൾ ആ ക്വാളിറ്റി എത്രത്തോളം നമ്മളിവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്? സത്യത്തിൽ വിലക്കുറവെന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണവില, എല്ലാവരുടെയും സ്വർണ്ണവില തന്നെയാണ് നമ്മുടെ ഈ സ്വർണ്ണവില. പിന്നെ ക്വാളിറ്റി അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, കറക്റ്റ് ക്വാളിറ്റി കൊടുക്കുക തന്നെയാണ്. ഈ ജ്വല്ലറി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ ജ്വല്ലറി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകണം. കാര്യം ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വന്നാൽ അത് വിഷയമാവുന്നുള്ള കാര്യം, അതിപ്പോൾ ലീഗലി ഒരു വിഷയമാവുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല, ക്വാളിറ്റി അത് തന്നെ നല്ല പക്ക ക്വാളിറ്റി. അതെ, HOD ആഭരണം ആണ് നമ്മൾ ഇവിടെ. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നത്തെ സ്വർണ്ണ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അടുത്ത സെഗ്മെന്റിൽ. സോ അതുവരേക്കും ബൈ.